ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം ഏകദിന മത്സരത്തിൽ വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. ടെസ്റ്റ് പരമ്പര നഷ്ടപ്പെട്ട ഇന്ത്യയെ സംബന്ധിച്ച് ഏകദിന പരമ്പര കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു വലിയ നാണക്കേടിലേക്ക് പോകുമായിരുന്നു. പ്രത്യേകിച്ചൊരു ഹോം പരമ്പരകൾ അങ്ങനെ ഡബിൾ, അതായത് ടെസ്റ്റും ഏകദിനവും ഒക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം വളരെ റയറായിട്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളൂ. ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു സമ്പൂർണ്ണമായ ആധിപത്യം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഡീകോക്കിൻ്റെ ഒരു സെഞ്ചുറി അല്ലെങ്കിൽ ബൗമയുടെ ഒരു അർദ്ധ സെഞ്ചുറിക്ക് അടുത്തൊരു പ്രകടനം, ഇത് രണ്ട് പ്രകടനങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യനെ സംബന്ധിച്ച് കംപ്ലീറ്റ് ആയിട്ട് ബോളിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും കൃത്യമായിട്ട് ഉള്ളൊരു ഇന്ത്യയുടെ ഒരു ആധിപത്യം കണ്ട മത്സരമാണ്. എന്താണ് ഈ മത്സരത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്? ഇന്ത്യയുടെ മൂന്നാം ഏകദിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു ആധികാരിക വിജയം നേടിയ മത്സരമാണ് ഇന്ത്യ. കാരണം വെച്ചാൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും അടക്കം എല്ലാവിധ അച്ചടക്കവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം വെച്ചാൽ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും ഏകദിനത്തിലും പഴികേട്ട പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്, ബാറ്റിങ്ങിലും ബോളിങ്ങിലും. നമ്മൾ ആദ്യം തന്നെ ടോസിലേക്ക് വരാം. ഇന്ത്യക്ക് ടോസ് അനുകൂലമായി ലഭിച്ചു എന്നുള്ളൊരു വലിയൊരു ഘടകമാണ്. കാരണം ഡേ നൈറ്റ് മത്സരമാണ്. വൈകുന്നേരം ആകുമ്പോൾ രാത്രിയാകുമ്പോൾ ഈർപ്പം ഉള്ളൊരു അന്തരീക്ഷം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ആഗ്രഹിച്ച പോലെ ഇന്ത്യക്ക് ടോസ് കിട്ടുന്നു. അപ്പോൾ നമ്മൾ ടോസ് ലഭിക്കുമ്പോൾ തന്നെ രാഹുലിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടാണ്, ഭയങ്കര സന്തോഷം പുള്ളി പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം ഇന്ത്യ പന്തെടുക്കുന്നു, ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നേടുന്നു, റിക്കൽട്ടൻ്റെ വിക്കറ്റ് നേടുന്നു. അവിടെ തൊട്ട് ഇന്ത്യക്ക് കാര്യങ്ങൾ അനുകൂലമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗ് നിര എന്ന് പറഞ്ഞാൽ വലിയൊരു ബാറ്റിംഗ് നിരയാണ്. ലൈനപ്പ് ഭയങ്കര സ്ട്രെങ്തുള്ള ലൈനപ്പാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും സ്വാഭാവികമായിട്ട് ഒരു വലിയ ഇന്നിങ്സ് ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം വെച്ചാൽ 8ാം ഓവർ വരെ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടുന്ന് ഒരു നല്ലൊരു പ്രകടനം ഉണ്ടാകുന്നുണ്ട്. അവരുടെ സെഞ്ചുറി പേർക്കുന്നുണ്ട്. ഡീകോക്കും ബൗമയും തമ്മിലൊരു നല്ലൊരു പാർട്ണർഷിപ്പ് ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം ബൗമ പുറത്തതിന് ശേഷം വീണ്ടും ഒരു 50 റണ്ണിൻ്റെ ഒരു പാർട്ണർഷിപ്പ് അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനുശേഷമാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് ഒരു തകർച്ച നേരിടുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ ഇന്ത്യ ഒരു ബൗളിങ്ങിൽ കഴിഞ്ഞതാണ് കുറേയേറെ പഴികെട്ട കുൽദീപ് യാദവ് ഉണ്ട്, പ്രസിദ്ധ് കൃഷ്ണയുണ്ട്, ഇവരൊക്കെ പഴികെട്ടിട്ടുണ്ട്. അവർ സ്വാഭാവികമായിട്ടും പ്രസിദ്ധ് കൃഷ്ണയുടെ കാര്യം നമുക്ക് നോക്കാം. 4 വിക്കറ്റ് നേടി. അതുപോലെ കുൽദീപിൻ്റെ 4 വിക്കറ്റ് പ്രകടനം, അത് സ്വാഭാവികമായിട്ടും ഇന്ത്യയെ പെട്ടെന്ന് മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ബൗളിങ്ങിലോട്ട്. അതാണ് ചെറിയ സ്കോറിന് ദക്ഷിണാഫ്രിക്കയെ പിടിച്ചു കെട്ടാൻ പറ്റിയത്. കാരണം വെച്ചാൽ അവിടുത്തെ ഒരു ബാറ്റിങ്ങിന് അനുകൂലമായിട്ടൊരു പിച്ചായിരുന്നു വിശാഖപട്ടണത്ത്. സ്വാഭാവികമായിട്ടൊരു വലിയ സ്കോർ കഴിഞ്ഞ മത്സരം രണ്ടാമത്തെ ഏകദിനം സംഭവിച്ച പോലെ തന്നെ ഒരു 300 മുകളിൽ അല്ലെങ്കിൽ വേണ്ട 350 എടുക്കാൻ പറ്റുന്നൊരു ബാറ്റിങ്ങിന് അനുകൂലമായൊരു ട്രാക്കായിരുന്നു. അവിടെ നമുക്ക് ദക്ഷിണാഫ്രിക്കയെ ബാറ്റിങ്ങിൽ പിടിച്ചു കെട്ടാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകമായി മാറിയത്. രണ്ടാം ഏകദിനത്തിൽ നമ്മൾ കണ്ടതുപോലെയുള്ള കുറേ ക്യാച്ചുകൾ കളയുക, അങ്ങനെ ഫീൽഡിങ്ങിലെ പിഴവുകളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ബൗളിങ്ങിലും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. അതൊക്കെയാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. അതായത് ഇന്ത്യയുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുമ്പോൾ, ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജയ്സ്വാളിൻ്റെ സെഞ്ചുറി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 116 റണ്ണാണ് ജയ്സ്വാളിൻ്റെ സ്വന്തക്കാരായിട്ട്. ആദ്യത്തെ 2 മത്സരത്തിലും കോഹ്ലിയാണ് തിളങ്ങിയെങ്കിൽ മൂന്നാമത്തെ മത്സരത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം ജയ്സ്വാളിൻ്റെ സെഞ്ചുറിയാണ്, 116 റൺസ്. ജയ്സ്വാളിനെ സംബന്ധിച്ച് ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടാനായിട്ടുണ്ട്, താരത്തിനായിട്ടുണ്ട്. അതെ, 6ാമത്തെ ഇന്ത്യക്കാരനാണ്. അതെ. അപ്പോൾ അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ കാര്യം, നമ്മൾ കഴിഞ്ഞ ആദ്യ 2 ഏകദിനത്തിൽ കാര്യമായ ഒരു തിളങ്ങാൻ രോഹിത്തിന് സാധിച്ചിട്ടില്ല. പക്ഷേ മൂന്നാമത്തെ ഏകദിനത്തിലോട്ട് വരുമ്പോഴത്തേക്ക് രോഹിത്തിൻ്റെ ഭാഗത്ത് നല്ലൊരു 75 റൺസ് മികച്ചൊരു ഇന്നിങ്സ് പുറത്തെടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്നാമത്തെ പാർട്ണർഷിപ്പിൽ 150 മുകളിൽ ഇന്ത്യ സ്കോർ ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ത്യ മത്സരം പിടിച്ചെടുത്തു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. രോഹിത്ത് പുറത്തതിന് ശേഷമാണ് കോഹ്ലി വരുന്നത്. കോഹ്ലി ആദ്യ 2 മത്സരങ്ങളിൽ എങ്ങനെ ബാറ്റ് ചെയ്തോ അതേ രീതിയിൽ ഒരു അറ്റാക്കിംഗ് മൂഡിൽ ആയിരുന്നു. നമ്മൾ ഇന്ത്യയുടെ ബാറ്റിങ്ങിന് തുടക്കത്തിൽ ഒരു കാര്യം പറയുകയാണ്, ആദ്യത്തെ 3 ഓവറിൽ ഇച്ചിരി മെല്ലപ്പോക്കായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വാഭാവികമായിട്ട് ദക്ഷിണാഫ്രിക്കൻ്റെ ബോളിങ്ങിന് കരുതലോടെ ഇന്ത്യ നേരിട്ടു എന്ന് നമുക്ക് പറയാം. സ്വാഭാവികമായിട്ട് ആദ്യത്തെ 3 ഓവറിൽ 10 റൺസോ പോയിട്ടുള്ളൂ. 4ാമത്തെ ഓവറിലാണ് ആദ്യ ബൗണ്ടറി പോകുന്നത്. എൻഗിഡിക്കിൻ്റെ ഓവറിലാണെന്ന് തോന്നുന്നു. അത് രോഹിത് ശർമ്മയാണ് ബൗണ്ടറി നേടുന്നത്. അതിന് ശേഷമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പതിയൊരു അറ്റാക്കിംഗ് മൂഡിലോട്ടുള്ള ഒരു സ്കോറിങ് വരുന്നത്. രോഹിത് ശർമ്മയാണ് പലപ്പോഴും ആക്രമിച്ച് കളിക്കുക എന്ന ഒരു രീതിയിലുണ്ടായിരുന്നത്. ആ സമയത്ത് ജയ്സ്വാൾ ഒരു ഡിഫൻറ്റീവ് മൂഡിൽ മിതമായിട്ടൊരു ഇന്നിങ്സ് സ്റ്റെബിലൈസ് ചെയ്യുന്ന രീതിയിലാണ് കളിച്ചത്. നമ്മൾ ഈ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകങ്ങൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ടോസാണ്. ടോസ് വളരെ പ്രധാനമായിരുന്നു ഈ മത്സരത്തിൽ. ടോസ് നേടുക എന്ന് പറയുമ്പോൾ തുടർച്ചയായ ടോസുകൾ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ടോസ് ലഭിക്കുന്നത്. ടോസ് ലഭിച്ച ഉടനെ തന്നെ ജയിച്ച പോലത്തെ സെലിബ്രേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രൗണ്ട് മൊത്തം ആരാധകർ ഭയങ്കരമായിട്ട് ചെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ടോസ് സെലക്ട് ചെയ്തിട്ട്, ബോളിംഗ് സെലക്ട് ചെയ്തിട്ട് KL രാഹുൽ സംസാരിക്കാൻ പോലും കുറച്ച് നേരം ആ ചിയറിങ്
അവസാനിക്കുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിങ്ങിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് ഓവർ വിക്കറ്റ് എടുത്തു, അടുത്ത 2 ഓവർ മെയ്ഡനാണ്. അർഷ്ദീപും ഹർഷിത്തും നല്ല രീതിയിലുള്ള ഒരു ന്യൂ ബോൾ സ്പെല്ല് അവിടെ കൃത്യമായിട്ട് വന്നിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ബൗമ എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിൻ്റെ ഒരു പോരാളിയാണ്. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ബൗമ കൊടുക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനവും ബൗമയുടെ ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 3 മത്സരങ്ങളിലും 3 ഓപ്പണിംഗ് പെയറിനെയാണ് ദക്ഷിണാഫ്രിക്ക പരീക്ഷിച്ചത്. അതിൽ ആരെങ്കിലും ഒരാൾ പരാജയപ്പെട്ടാൽ പോലും ടോപ്പ് ഓർഡറിൽ വേറൊരു താരം തിളങ്ങാൻ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ആ പോസിറ്റീവ് ഘടകം ഇവിടെ കണ്ടു. പ്രസീദിനെ കിട്ടിയപ്പോൾ അർഷ്ദീപിനെയും എതിരെ കുറച്ചൊക്കെ വളരെ ശ്രദ്ധിച്ച് കളിച്ച ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാർ, പ്രത്യേകിച്ച് ഡീകോക്കും ബൗമയും, ഈ പ്രസീദിനെ കയ്യിൽ കിട്ടിയപ്പോൾ ചെറുതായിട്ടൊക്കെ അടിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ മധ്യനിരയെ പിടിച്ചു കെട്ടാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. ദക്ഷിണാഫ്രിക്കയുടെ മധ്യനിര ഒരു വലിയ സ്കോറിലേക്ക് ദക്ഷിണാഫ്രിക്ക പോകുന്ന ഒരു ഘട്ടത്തിലാണ് മധ്യനിരയെ വളരെ വ്യക്തമായിട്ട് കുൽദീപ് യാദവിൻ്റെ ഒരു ബോളിംഗ് മികവിൽ നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയുന്നത്. 39ാമത്തെ ഓവറിൽ അപകടകാരികളായിട്ടുള്ള ബ്രവിസിനെയും യാൻസനെയും ആ ഒരു ഓവറിൽ ആദ്യ പന്തിലും 3-ാം പന്തിലാണെന്ന് തോന്നുന്നു വിക്കറ്റ് വീഴ്ത്തിയിട്ട് കുൽദീപ് യാദവ് വളരെ വ്യക്തമായിട്ട് ഇന്ത്യക്കൊരു ആധിപത്യം നേടിക്കൊടുക്കുന്നുണ്ട്. അത് അവസാനം പ്രസീദ് വിക്കറ്റ് എടുക്കുന്നു. ഡെത്ത് ഓവറുകളിൽ ഇന്ത്യ മികച്ച രീതിയിൽ എറിയുന്ന ഒരു സാഹചര്യം വരുന്നു. കാരണം പ്രധാനപ്പെട്ട ഇപ്പോൾ 2ാമത്തെ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വളരെ കരുതലോടെ കളിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കളിച്ച രീതി വളരെ കുറച്ചും കൂടി ഇതായിരുന്നു. ബ്രവിസിൻ്റെ ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മധ്യനിരയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ, സംഭാവന നൽകാൻ ഇന്ത്യൻ ബോളർമാർ അനുവദിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ 2ാമത്തെ മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇന്ത്യയുടെ ബോളർമാർ ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗ് നിരയോട് എങ്ങനെ അവരെ തടഞ്ഞു നിർത്തുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അത് മത്സരത്തിൻ്റെ ഒരു ഫലം പോകുന്നത്. അത് ആദ്യം ബാറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും 2ാമത് ബാറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും ബോളർമാരുടെ ഒരു പ്രകടനം വളരെ മെച്ചപ്പെട്ടതായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അത് സംഭവിച്ചു. അതിന് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരമ്പരയിൽ ആദ്യമായിട്ട് ഒരു ടീം, അല്ലെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീമാണെങ്കിൽ 2ാമത്തെ ബാറ്റ് ചെയ്യുന്ന ടീമാണെങ്കിൽ ഇതിന് മുന്നുള്ള 4 ഇന്നിങ്സുകളിൽ 300+ റൺ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു ഇന്നിങ്സിൽ 270, അതായത് 300ന് 30 റൺ കുറവിൽ ഒരു സ്കോറിൽ ദക്ഷിണാഫ്രിക്ക ഓൾ ഔട്ട് ആവുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വളരെ ജയ്സ്വാൾ സെഞ്ചുറി അടിച്ചു എന്ന് പറയുമ്പോൾ ജയ്സ്വാളിൻ്റെ ആ ഒരു ഇന്നിങ്സ്, ഇപ്പോൾ നമ്മൾ ആദ്യ മത്സരത്തിൽ പറഞ്ഞപ്പോൾ എന്തിനാണ് ജയ്സ്വാൾ ഇങ്ങനെ കളിക്കുന്നത്, ജയ്സ്വാളിനെ എന്തിനാണ് ഇതിൽ ഇതാക്കുന്നത്, ഋതുരാജിനൊരു അവസരം കൊടുത്തുകൂടെ ഓപ്പണിങ്ങിൽ? കാരണം രണ്ടുപേരും വന്ന താരങ്ങളാണ്, ഇപ്പോൾ സ്ഥിര സാന്നിധ്യങ്ങളല്ല ടീമിൽ. ഗില്ലിനും അതുപോലെ തന്നെ ശ്രേയസരും പരിക്കേറ്റത് കൊണ്ട് മാത്രം പ്ലേയിങ് 11ലേക്ക് വന്ന 2 താരങ്ങളാണ്. അപ്പോൾ ആ താരങ്ങളിൽ ഒരു പരീക്ഷണത്തിന് വേണമെങ്കിൽ മുതിരാമായിരുന്നു. പക്ഷേ അവിടെ ജയ്സ്വാളിനെ വിശ്വസിക്കുന്ന ഒരു നടപടി ടീം മാനേജ്മെന്റ് എടുത്തു. പക്ഷേ ജയ്സ്വാളിനോട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നതാണ് എനിക്ക് ആ ഇന്നിങ്സ് കണ്ടിട്ട് തോന്നിയത്. കാരണം 121 പന്തിൽ 116 എന്ന് പറയുമ്പോൾ 270, ശരിയാണ്, 270 പറയുന്ന ഒരു സ്കോറേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്കിൽ 270 എന്ന് പറയുന്ന ഒരു സ്കോറിനെതിരെ വലിയ രീതിയിൽ അഗ്രസീവായിട്ട് കളിച്ചിട്ട് വിക്കറ്റ് കളയേണ്ട ഒരു സാഹചര്യം തീർച്ചയായിട്ടും വരുന്നില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ജയ്സ്വാളിന്റെ ആ ഒരു ഇന്നിങ്സ് 121 പന്തിലാണ് 116, 75 പന്തിലാണ് തോന്നുന്നു 50 അടിക്കുന്നത്, 111 പന്തിലാണ് സെഞ്ചുറി വരുന്നത്. അപ്പൊ അത്രയും ഒരു വളരെ കാമായിട്ടുള്ള ഒരു ഇന്നിങ്സ് ജയ്സ്വാളിന് കളിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അവിടെ ക്ഷമ കെട്ടിട്ട് മറ്റുള്ള തരത്തിൽ റിസ്ക് എടുക്കുക അങ്ങനെയുള്ള ഒരു നീക്കങ്ങളിലേക്കും പോകുന്നില്ല. മാത്രമല്ല ദക്ഷിണാഫ്രിക്കൻ ബൗളർമാർക്ക് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ 2 കളിയിലും ഈ ഡ്യൂ എന്ന് പറയുന്ന ശാപം ഇന്ത്യക്കാർക്ക് ആയിരുന്നെങ്കിൽ 2ാമത്തെ മത്സരത്തിൽ, പക്ഷെ എന്നാൽ പോലും ഈ വിശാഖപട്ടണത്ത് ഡ്യൂ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ റായ്പൂരും റാഞ്ചി ആണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ തന്നെ ഡ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു തരത്തിലും ബോളർമാർക്ക് ഒരു ഗ്രിപ്പ് കിട്ടാത്ത അത്രയും മികച്ച രീതിയിൽ ഇന്ത്യയുടെ ബാറ്റർമാർ ടോപ്പ് ഓർഡർ തന്നെ ഈ കളി തീർത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് കോഹ്ലിയുടെ
കോഹ്ലിയുടെ ഒരു ഇന്നിങ്സും എനിക്ക് തോന്നുന്നു അത്രയും മികച്ച ഒരു ഇന്നിങ്സ് ആയിരുന്നു. 45 ഈ ഡ്യൂ എന്ന് പറയുമ്പോഴേ കോഹ്ലിയുടെ ഒരു വീഡിയോ, കോഹ്ലി ഹർഷദീപും കൂടിയുള്ള ഒരു വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കോഹ്ലിയുടെ അടുത്ത് ഹർഷദീപ് പറയുന്നുണ്ട്, കുറച്ച് റണ്ണും കൂടി മതിയായിരുന്നല്ലേ സെഞ്ചുറി അടിക്കാൻ, സെഞ്ചുറി പോയല്ലേ എന്ന് രീതിയിൽ സംസാരിക്കുമ്പോൾ കോഹ്ലി തിരിച്ചു പറയുന്നുണ്ട്, ടോസ് കിട്ടിയത് ഭാഗ്യം, ഇല്ലെങ്കിൽ ഡ്യൂ കാരണം നീ സെഞ്ചുറി അടിച്ചേനെന്ന്. അതായത് ഹർഷദീപ് അത്ര റണ്ണ് വഴങ്ങേണ്ടത് വളരെ പരിഹസിച്ച് പറയുന്നതാണ്. അപ്പൊ ഒരു തമാശക്ക് പറയുന്നതാണ് അവരുടെ വീഡിയോ വന്നതാണ്. അപ്പൊ ഇത് ആണ് മത്സരത്തിന്റെ ഒരു മൊത്തത്തിൽ ഉണ്ടായൊരു ഘടകം എന്ന് പറയുന്നത്. അത് ഇന്ത്യയുടെ ബോളിങ്ങും ബാറ്റിങ്ങും ഒരുപോലെ മികച്ചു നിന്ന്. ഫീൽഡിങ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഫീൽഡിങ്ങിൽ കിടിലം സേവുകളും മികച്ച രീതിയിലുള്ള ഫീൽഡിംഗ് പ്രകടനം ഇന്ത്യ കാഴ്ചവെച്ചു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ ജയ്സ്വാളിൻ്റെ സെഞ്ചുറി പറഞ്ഞു, കോഹ്ലിയുടെ സെഞ്ചുറി പറഞ്ഞു, ഡീകോക്കിൻ്റെ സെഞ്ചുറി പറഞ്ഞു. അപ്പോൾ 3 താരങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ജയ്സ്വാളിൻ്റെ സെഞ്ചുറി പറഞ്ഞു, കോഹ്ലിയുടെ സെഞ്ചുറി പറഞ്ഞു, ഡീകോക്കിൻ്റെ സെഞ്ചുറി പറഞ്ഞു. അപ്പോൾ 3 താരങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ അതുപോലെ തന്നെ പറയേണ്ട കാര്യമാണ് രോഹിത് ശർമ്മയുടെ കാര്യം നമ്മൾ പറയണം. അതുപോലെ തന്നെ കോഹ്ലിയുടെ കാര്യം പറയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവരുടെ രണ്ടുപേരുടെയും നമുക്കറിയാമല്ലോ നിലവിലത്തെ ഒരു അവസ്ഥ വെച്ച് ഇന്ന് ഇന്ത്യൻ ടീമിലെ നിലനിൽപ്പിന് വേണ്ടി ഒരു പോരാടുന്ന താരങ്ങളാണ്. കാരണം ഇന്ത്യൻ ടീമിലെ രോഹിത്തും കോഹ്ലിയും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് വീണ്ടും ഒരിക്കൽ കൂടി മാനേജ്മെൻറ്റിനെയും സെലക്ടർമാരെയും പരിശീലനയടക്കം വ്യക്തമാക്കി കൊടുക്കുകയാണ് ഇവർ രണ്ടുപേരും. കുറച്ച് 3-ാം മത്സരത്തിൽ രോഹിത്തിൻ്റെ ഭാഗത്തു നിന്നൊരു മികച്ച ഇന്നിങ്സ് ഉണ്ടാകുമ്പോൾ ആദ്യത്തെ 2 മത്സരങ്ങൾ ഏകദിനത്തിലും കോഹ്ലിയുടെ ഭാഗത്ത് നിന്ന് സെഞ്ചുറി പിറക്കുന്നുണ്ട്. ആദ്യത്തിൽ 135, അതായത് റാഞ്ചിയിൽ 135 റണ്ണും റായ്പൂരിൽ 102 കോഹ്ലി സ്വന്തമാക്കുന്നതാണ്. 3ാമത്തെ ഏകദിനത്തിലോട്ട് വരുമ്പോൾ കോഹ്ലിയുടെ ഒരു അതേ പാതിൽ ആദ്യത്തെ 2 മത്സരങ്ങളിൽ എങ്ങനെ ബാറ്റ് വീശു അതേ രീതിയിൽ ബാറ്റ് വീശുന്നുണ്ട്. താൻ ഒരിക്കലും ഒരിടത്തും തനിക്ക് പ്രശ്നമില്ല, താൻ പഴയ രീതിയിൽ തന്നെയാണ് ബാറ്റ് വീശുന്നത് തെളിയിക്കുകയാണ് കോഹ്ലി ചെയ്തത്. നമ്മൾ ആദ്യത്തെ 2 മത്സരങ്ങൾ കോഹ്ലി സെഞ്ചുറി അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ചു രോഹിത് ശർമ്മയിൽ നിന്ന് വലിയ ഇന്നിങ്സ് ഉണ്ടാകണം. വലിയ ഇന്നിങ്സ് ഉണ്ടായി കഴിഞ്ഞാൽ രോഹിത്തിന് സ്വയമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ലോകത്തിൽ എനിക്ക് സീറ്റ് വേണം, സീറ്റ് ഉറപ്പിക്കാൻ എനിക്ക് അതിനുള്ള അർഹതയുണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റുമെന്ന്. പക്ഷേ സ്വയമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ രോഹിത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 75 റൺസിൻ്റെ ഒരു മികച്ച ഇന്നിങ്സ്. ജയ്സ്വാളിന് ആദ്യത്തെ 3 ഓവറിൽ അല്ലെങ്കിൽ 4 ഓവറിൽ പ്രതിരോധിച്ച് കളിക്കേണ്ടി വന്നപ്പോൾ ആ ഒരു പ്രശ്നം നികത്തിയത് റൺ റേറ്റ് കീപ്പ് ചെയ്തെല്ലാം രോഹിത് ശർമ്മയുടെ ബാറ്റിങ്ങാണ്. രോഹിത് ശർമ്മ ഔട്ടായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു വലിയൊരു ഷോട്ടിനെ ശ്രമിച്ചാണ് രോഹിത് ശർമ്മ പുറത്താവുന്നത്. അത്രയും മികച്ചൊരു ഇന്നിങ്സ് ആയിരുന്നു രോഹിത് ശർമ്മയുടെ ഭാഗത്തുണ്ടായിരുന്നത്. രോഹിത് ശർമ്മ എപ്പോഴും ബാറ്റ് ചെയ്യുന്നത് നമുക്കങ്ങനെ അറിയാം. ഒട്ടും ഭയമില്ലാത്ത രീതിയിലാണ് ബാറ്റ് ചെയ്യുന്നത്. പുൾ ഷോട്ട് കളിച്ചാലും എങ്ങനെ ചെയ്താലും പുള്ളി അങ്ങനെയാണ് ബാറ്റ് ചെയ്യുന്നത്. ഏത് താരത്തിനെതിരെയും പുൾ ഷോട്ട് കളിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ അതിൽ തന്നെ ഔട്ടാകാറുണ്ട്. എന്നാൽ പോലും ഒരു ഭയമില്ലാതെ ബാറ്റ് ചെയ്യുന്ന താരമാണ്. കോഹ്ലിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും കോഹ്ലി കുറച്ചുകൂടെ അഗ്രസീവ് ആണ്ട മത്സരത്തിലൊക്കെ അഗ്രസീവായിട്ട് കളിക്കും, ചില കളിയിൽ ഡിഫെൻഡ് ചെയ്ത് കളിക്കും. പക്ഷേ എന്നാലും റൺ റേറ്റിൽ കീപ്പ് ചെയ്തുള്ള ബാറ്റിങ്ങാണ് കോഹ്ലിയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഈ രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും പെർഫോമൻസ് നമുക്ക് അത്രത്തോളം വിലപ്പെട്ടാണ് ഏകദിനത്തിൽ. അത് നമ്മൾ ഈ തവണ വീണ്ടും ഒന്നുകൂടെ പ്രൂവ് ചെയ്യുക. ലോകകപ്പിൽ ഇവർ 2 താരങ്ങളും ഉണ്ടാകണം എന്ന് പല കോണുകളിൽ നിന്നും വാദങ്ങൾ ഉയരുന്നുണ്ട്. അത് ഇത്തവണ ഈ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയുടെ വീണ്ടും ആ വാദം കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇവരുടെ 2 പേരുടെയും പ്രകടനം എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ തരുന്നൊരു കാര്യമാണ്. ടോപ്പ് ഓർഡറിൽ അവർ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ പരമ്പരയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക ഇപ്പോൾ 3 മത്സരങ്ങൾ നടന്നത് ബാറ്റിങ്ങിന് വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു മൈതാനങ്ങളിലായിരുന്നെങ്കിൽ പോലും ആ ഒരു ഇന്നിങ്സ്, അതായത് ഇപ്പം ഇന്ന് ഈ പറയുന്ന യുവതാരങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അവർ ആ ഒരു ഈ വയസ്സിനകത്തും ഇത്രയും 36 വയസ്സ് അല്ലെങ്കിൽ 38 വയസ്സ് ഈ പ്രായത്തിനകത്തും ഈ ഒരു രീതിയിൽ അവർക്ക് ആ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് വളരെ വ്യക്തമായിട്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ രോഹിത് ശർമ്മ 20,000 റണ്ണ് തകർക്കുന്ന 4ാമത്തെ ഇന്ത്യൻ താരമായിട്ട് മാറിയിരിക്കുകയാണ്. വിരാട് കോഹ്ലിനെ സംബന്ധിച്ച് ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദി സീരീസ് നേടുന്ന റെക്കോർഡിൽ സച്ചിനെ മറികടന്നിട്ട് ഇപ്പം ഇത് 20ാമത്തെ പ്ലെയർ ഓഫ് ദി സീരീസ് ആണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ. ഏകദിനം മാത്രമല്ല എല്ലാ ഫോർമാറ്റുകളും കൂട്ടുന്ന സമയത്ത്. അപ്പം ഇങ്ങനെ ഒരു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ T20 പരമ്പരയാണ് ഇന്ത്യനെ സംബന്ധിച്ച് കളിക്കാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ന്യൂസിലാൻഡിനെതിരെ ഒരു ഏകദിന പരമ്പര വരുന്നുണ്ട്. ന്യൂസിലാൻഡിനെതിരെ ഇവരെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. അതുപോലെ തന്നെയാണ് ലോകകപ്പിലേക്കുള്ള ഒരു ഇന്ത്യയുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ
ഇന്ത്യയുടെ പ്ലാൻ എന്ന് പറയുമ്പോഴേ വളരെ മാനേജ്മെന്റ് തലത്തിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് ഇവരുടെ കാര്യത്തിലുള്ള ഒരു തീരുമാനം എന്നുള്ളത് ഗംഭീറിനോട് അറിയിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ടീം മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അഗർക്കറിന്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് സൂചനകളും ഒക്കെ വരുന്നത്. എന്തായാലും ഏകദിന പരമ്പര വിജയിച്ചതിന്റെ ഒരു ആവേശമുണ്ട്. അത് ഇത്രയും കിഡിലൻ ഒരു വിജയം നേടി, അത്രയും മനോഹരമായിട്ടുള്ളൊരു വിജയം നേടിയതിലും നമുക്ക് വലിയൊരു സന്തോഷമുണ്ട്, ആവേശമുണ്ട്. ടെസ്റ്റ് പരമ്പര പരാജയപ്പെട്ടതിൻ്റെ ഒരു വിഷമം ഒരു പരിധി വരെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി T20 പരമ്പര വരുന്നുണ്ട്. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് T20 പരമ്പരയാണ് കളിക്കാനുള്ളത്. T20യിൽ നമുക്കറിയാം രോഹിത്തും കോഹ്ലിയും ഒന്നുമില്ല. ഒരു യുവനിര, അല്ലെങ്കിൽ യുവനിര എന്ന് പറയുമ്പോൾ പോലും സീനിയർ ആയിട്ടുള്ള താരങ്ങളുണ്ട്. ഇപ്പോൾ ഹാർദിക്കിനെ പോലുള്ള താരങ്ങൾ, സൂര്യകുമാർ യാദവിനെ പോലുള്ള താരങ്ങളുണ്ട്, ഗില്ല് ടീമിലുണ്ട്, അതുപോലെ തന്നെ സഞ്ജു സാംസൺ ഉണ്ട്. എന്തായാലും T20 പരമ്പരയിലും ഒരു മികച്ച പ്രകടനം ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സഞ്ജുവിനെ കളിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് തീർച്ചയായും.